കാത് മൂപ്പരനെ പറയുന്നുണ്ട്, കളവ് പറയും, അബദ്ധവും പറയും. പക്ഷെ തെളിവ് ധരിക്കാറില്ല. മുജാഹിദികളുടെ പാഠപുസ്തകത്തിൽ ചാടി വീണതാ, പക്ഷെ കുടുങ്ങിയതാ. നിങ്ങൾ എന്തിനാ തെളിവ് ധരിച്ചത്? മരിച്ചുപോയവർ ഈ ലോകമായിട്ട് ബന്ധപ്പെടും, മരണപ്പെട്ടവർ ഈ ലോകവുമായി ബന്ധപ്പെടും എന്നതിന് തെളിവ് അബൂദാവൂദ് ധരിക്കുന്ന ഒരു ഹദീസ്. എന്ത്? നിങ്ങൾ വെള്ളിയാഴ്ച സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. കാരണം ആ വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ മഅറൂദത്തുൻ അലയ്യ, എന്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടും, എന്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്നിട്ട് മൂപ്പർ വേറൊരു ഹദീസ് കൂട്ടിയോജിപ്പിക്കേണ്ടതുമായിട്ട്. എന്താ കൂട്ടിയോജിപ്പിച്ചത്? നബിയുടെ സഹാബികൾ ചില നബിയോട് ചോദിച്ചു. ഇമാം നസായി ധരിക്കുന്ന ഹദീസിൽ കാണാം, നബിയെ താങ്കൾ മരണപ്പെട്ടതിന് ശേഷം മണ്ണോട് മണ്ണ് ചേർന്ന് പോവില്ലേ, ദ്രവിച്ചു പോകൂലേ, പിന്നെങ്ങനെയാ പ്രദർശിപ്പിക്കപ്പെടുക? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ശരീരം മണ്ണിന് ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹിന്റെ ശരീരമുണ്ട്, പ്രവാചകന്റെ ശരീരമുണ്ട്. പ്രവാചകന്റെ ശരീരം ദ്രവിക്കുമോ? ഒരിക്കലും പ്രവാചകന്റെ ശരീരം ദ്രവിക്കുകയില്ല. അപ്പൊ പിന്നെ ഒരു സംശയമുണ്ട്. അപ്പൊ റസൂലുള്ളാഹിക്ക് തിങ്കളാഴ്ച ദിവസം അല്ല എല്ലാ വെള്ളിയാഴ്ച ദിവസം പിന്നെ ഈ സ്വലാത്തുകൾ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിൽ മരിച്ച അവസ്ഥയിലല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നത്? അല്ല, അല്ല. അതിന് മറ്റൊരു ഹദീസ് തെളിവുണ്ട്. എന്താണ്? അത് മറ്റൊന്നുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചൊല്ലിയാൽ, സലാം ചൊല്ലിയാൽ, സലാം മടക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ മേൽ റൂഹിനെ തിരിച്ചു കൊടുക്കും. അപ്പൊ ജീവൻ വീഴും റസൂലുള്ളാഹിക്ക് ജീവൻ വീഴും. ജീവൻ വീഴുമെന്ന് മാത്രമല്ല, അപ്പൊ ഒരു സംശയമുണ്ട്. എന്ത്? അപ്പൊ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും വിളിച്ചാലും നബി കേൾക്കൂലേ? പരിധിയില്ലാത്ത കേൾവി റസൂലുള്ളാഹിക്ക് ഉണ്ടാവൂലേ? അവിടെയും ഹദീസ് ആ സംശയം ദൂരീകരിച്ചിട്ട് പറഞ്ഞു, അല്ല, തീർച്ചയായും ചില മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ഡ്യൂട്ടി എന്താണെന്നറിയോ? ആരാണ് സ്വലാത്ത് ചൊല്ലുന്നത് എന്ന് നിരീക്ഷിക്കലാണ്. അങ്ങനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ആ മലക്കുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ എന്തായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവനോടെ മാത്രമേ സ്വലാത്ത് പ്രദർശിപ്പിക്കപ്പെടുന്നുള്ളൂ. ഇനി സ്വലാം ചൊല്ലിയാൽ പ്രവാചകനത് മടക്കാൻ വേണ്ടിയിട്ട് പ്രവാചകന്റെ ആത്മാവിനെ തിരിച്ചു കൊടുക്കും എന്ന് പറയുന്ന ഹദീസ് അദ്ദേഹം തന്നെ അറിയാതെ ഉദ്ധരിക്കുന്നത് നിങ്ങൾ കേട്ടു. മഹാനായ അബൂദാവൂദ് നിവേദനം ചെയ്ത ഹദീസ് മുജാഹിദ് പ്രസ്ഥാനത്തിന് സ്വീകാരനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ സ്വഹീഹായ പരമ്പര എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മാ മിൻകും മിൻ അഹദിൻ യുസല്ലിമു അലയ്യ, ലോകത്താര് എവിടെ വെച്ച് എനിക്ക് സലാം ചൊല്ലിയാലും, ആര് സലാം ചൊല്ലിയാലും, എപ്പ ചൊല്ലിയാലും, ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദ അലൈഹിസ്സലാം, എന്റെ ആത്മീയ ചൈതന്യം നേരത്തെ അള്ളാഹു എനിക്ക് തന്നതുകൊണ്ട് ഓരോ വ്യക്തികൾക്കും ഞാൻ പേഴ്സണലായി സലാം അടക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അല്ലോ, ആത്മീയ ചൈതന്യം അള്ളാഹ് നേരത്തെ തന്നുകൊണ്ട്. ആ ഹദീസിന്റെ ഏത് ഭാഗത്ത് അങ്ങനെ അർത്ഥമുള്ളത്? ആത്മീയ ചൈതന്യം അള്ളാഹു നേരത്തെ തന്നുകൊണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ ആത്മാവെനിക്ക് മടക്കി നൽകും എന്നല്ലേ ഹദീസ്? അതങ്ങ് പറഞ്ഞാ പൊളിയെന്ന് കണ്ടിട്ട് ആത്മചൈതന്യം അള്ളാഹ് നേരത്തെ തന്നുകൊണ്ട്. നിങ്ങൾ കളവ് പറയും, അത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ കളവ് പറഞ്ഞാലും വിശ്വസിച്ചോണം, പക്ഷെ ഞങ്ങളെ കിട്ടൂല, ഞങ്ങളതിന് കിട്ടൂല. അള്ളാഹു എന്റെ ആത്മാവിനെ എനിക്ക് മടക്കി തരും. എന്തിന്? സലാം മടക്കണമെങ്കിൽ എനിക്ക് ആത്മാവില്ലാതെ എനിക്ക് മടക്കാൻ പറ്റുമോ? ആത്മാവ് മാത്രം പോരാ, ശരീരം കൂടെ വേണം. അതുകൊണ്ട് ശരീരത്തിലേക്ക് എന്റെ ആത്മാവിനെ മടക്കും, എന്നാലേ എനിക്ക് സലാം മടക്കാൻ കഴിയൂ. അപ്പൊ മരിച്ചവർക്ക് ഈ ലോകമായിട്ട് ബന്ധപ്പെടാൻ തെളിവാ? അല്ല, ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ഈ ലോകമായിട്ട് ബന്ധപ്പെടാൻ കഴിയൂ എന്നാണ് ആ തെളിവിൽ പറയുന്നത്. ഇനി അത് മാത്രമല്ല സഹോദരങ്ങളെ, അവിടെ റസൂലുള്ളാഹിക്ക് മാത്രമുള്ളൊരു സവിശേഷതയായി പല പണ്ഡിതന്മാരും അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. 1. 2, സ്വലാത്തല്ലാതെ മറ്റെന്തെങ്കിലും നബി അറിയോ? കൃത്യമായി ഹദീസിൽ കാണുന്നത് അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലിയാൽ പ്രവാചകന്റെ അടുക്കൽ അത് എത്തിക്കപ്പെടുന്ന, ആ സ്വലാത്ത് എത്തിക്കപ്പെടുമ്പോൾ പ്രവാചകന് റൂഹ് തിരിച്ചു കൊടുക്കുന്നതാണ്. എങ്കിൽ സഹോദരങ്ങളെ, സ്വലാത്ത് എന്താണ്? നബിയോടുള്ള പ്രാർത്ഥനയാണോ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അതാണ് സ്വലാത്ത്. അല്ലാഹുവിനോടാ പ്രാർത്ഥന. ആർക്ക് വേണ്ടി? മുഹമ്മദ് നബിക്ക് വേണ്ടി, റസൂലുള്ളാഹിക്ക് വേണ്ടി അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്നു. അതാണ് റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റസൂലുള്ളാഹിക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ആ സ്വലാത്തുകളൊന്നും നഷ്ടപ്പെടുന്നില്ല, അത് റസൂലുള്ളാഹിക്ക് എത്തിക്കപ്പെടും കേട്ടോ. ഇതാണ് ഒരു തെളിവ് ധരിച്ചത്.
ഇതുകൊണ്ട് എന്താ കിട്ടിയത്? എന്താ നേട്ടമുണ്ടായത്? ഇനി അത് മാത്രമല്ല, വേറൊരു തെളിവ് മൂപ്പര് പറയുന്നുണ്ട്. എന്ത്? മദീനയും മസ്ജിദുൻ നബവിയും എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിൽ ഒരു സംഭവം ധരിച്ചിട്ടൊരു സ്വപ്നം കണ്ട കഥ. ഒരു രാജാവ് സ്വപ്നം കണ്ടു. മദീനയും മസ്ജിദുൻ നബവിയും എന്ന് പറയുന്ന കേരളത്തിൽ മുജാഹിദ് ഉദ്ധരിച്ച പുസ്തകത്തിലുള്ളതാണ്. ഒരു രാജാവ് സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം കണ്ടത്? അതേ, 3 ആളുകൾ. ആ 3 ആളുകൾ മദീനയിൽ വന്നിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിലൂടെ വന്നിട്ട് അയാൾ പറഞ്ഞു, അദ്ദേഹം എന്റെ ശരീരം എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടുള്ള പണിയിലാണ്, എന്റെ ശരീരം കബറിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള പണിയിലാണ്. അങ്ങനെ ആദ്യം അദ്ദേഹം വിശ്വസിച്ചില്ല, പിന്നെ ഉറങ്ങി കഴിഞ്ഞപ്പോ രണ്ടാമത് വീണ്ടും സ്വപ്നം കണ്ടു, മൂന്നാമത് സ്വപ്നം കണ്ടു. അങ്ങനെ രാജാവ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്തുണ്ട് മാർഗം, ഇവിടെ ആരാണെന്ന് കണ്ടുപിടിക്കാൻ എന്തുണ്ട് മാർഗം എന്ന് അന്വേഷിച്ചു. അവസാനം ഒരു മന്ത്രി പറഞ്ഞു, നമുക്കൊരു പണി, എല്ലാരും വിളിച്ചുകൂട്ടാം, നമുക്കൊരു വലിയ ഒരു ധർമ്മം അല്ലെങ്കിൽ ഒരു പിന്നെ ആളുകൾക്ക് ഭക്ഷണ വിതരണം നടത്താം എന്ന് തീരുമാനിച്ചു. പൈസയും വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ രാജാവ് പുറത്തിറങ്ങി ആ നാട്ടിലുള്ള ആളുകളെയൊക്കെ വിളിച്ചിട്ട് എല്ലാവർക്കും പൈസയും പിന്നെ ഈ ഭക്ഷണമൊക്കെ ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ രാജാവ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്, രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിൽ വന്ന് കാണിച്ചെന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അരിവിതരണവും അതുപോലെ പണവിതരണവും ഒക്കെ നടത്തിയത്. പക്ഷെ അവസാനം വരെ ആരെയും കണ്ടില്ല. അവസാനം ആളും വാങ്ങിയിട്ടും ഈ സ്വപ്നത്തിൽ കണ്ട ആളെ കണ്ടില്ല. അവസാനം രാജാവ് അന്വേഷിച്ചു, ഈ നാട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോന്ന്. അങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോ ഈ പ്രദേശത്ത് ഒരാളുണ്ട്, അവർക്ക് ഇതൊന്നും വേണ്ട, അവർ കുറെ കാലം ഇവിടെ വന്ന് അവർ പൈസ ഉള്ളവരാണ്, അവർ മറ്റുള്ളവരെ സഹായിക്കുന്നവരാന്ന് അറിഞ്ഞു. അങ്ങനെ ആളുകൾ വിളിപ്പിച്ചപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ സ്വപ്നത്തിൽ രാത്രി കണ്ട അതേ ആളുകൾ അവിടെ ഉണ്ട്. അവരെന്താ ചെയ്തത്? അവരുടെ വീടിൽ നിന്ന്, റൂമിൽ നിന്ന് കഅബാലയത്തിലേക്ക്, റസൂലുള്ളാഹിന്റെ റൗദയിലേക്ക്, ഖബറിന്റെ അടുക്കിലേക്കുള്ള ആ റൂം, പ്രവാചകന്റെ ഖബർ അടക്കം ചെയ്തിട്ടുള്ള ആ റൂമിലേക്ക് ഒരു തുരങ്കുണ്ടാക്കുക. എന്താണ്? റസൂലുള്ളാഹിയുടെ ശരീരം എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൈയോടുകൂടി പിടിച്ച് അവര് പിന്നെ പകല് മാന്തി വെക്കുന്ന രാത്രിയിൽ ഒരു പാത്രത്തിലാക്കിയിട്ട് പിന്നെ ബക്കയിൽ കൊണ്ടുപോയിട്ട് തള്ളുക. അതായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പിടിക്കപ്പെട്ടു. അത് മദീന ചരിത്രത്തിലുണ്ട്, മദീനയും മസ്ജിദ് നബവിയിലുമുണ്ട് എന്ന് ഉദ്ധരിച്ചിട്ട് പറയുന്നത് എന്ത്? മരിച്ചുപോയവർ ഈ ലോകമായിട്ട് ബന്ധപ്പെടും. മരിച്ചുപോയവർ ഈ ലോകമായിട്ട് ബന്ധപ്പെടുമെങ്കിൽ ചോദിക്കട്ടെ, സ്വപ്നത്തിലൂടെയാണ് ഒരാൾ ബന്ധപ്പെടുക? മരിച്ചുപോയവർ ബന്ധപ്പെടേണ്ടത് സ്വപ്നത്തിലൂടെയാണോ? അങ്ങനെ മരിച്ചുപോയവർ സ്വപ്നത്തിലൂടെ ബന്ധപ്പെടും എന്ന് ആരെങ്കിലും ഒരാളെ, മരിച്ച ആളെ സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഒരാൾ മരിച്ചു കഴിഞ്ഞാല് അയാൾ സ്വപ്നത്തിലൂടെ പിന്നെ വന്നില്ല നിർദ്ദേശിക്കുക, അങ്ങനെ ഉണ്ടോ? ഇല്ല. സ്വപ്നം എന്നാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അത് പഠിപ്പിച്ചു തന്നു. സ്വപ്നം 2 രൂപത്തിലേ സാധ്യമാകൂ. അതിൽ ഒന്ന് ശൈത്വാനിൽ നിന്നുള്ള സ്വപ്നം, 2 അള്ളാഹുവിൽ നിന്നുള്ള സ്വപ്നം. സ്വപ്നം യാഥാർത്ഥ്യമാണെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, പടച്ചവനിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു സ്വപ്നം കണ്ടാൽ അത് ദലീലാക്കാൻ ഒരു തെളിവും ഇസ്ലാമിലില്ല. മരിച്ചവർ ഈ ലോകത്തേക്ക് ബന്ധപ്പെടുമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് എന്തെങ്കിലും നിർദ്ദേശിച്ചാൽ ആ നിർദ്ദേശം മറ്റുള്ളവരോട് കൽപ്പിക്കാൻ സ്വപ്നം കണ്ട ആൾക്ക് ഒരു അവകാശമില്ല. കാരണം എന്താ? ഇസ്ലാം ദീനിൽ സ്വപ്നം തെളിവല്ല തന്നെ. അത് ഇസ്ലാമിന്റെ ഹുക്കുമാ. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്വൽ ബാരിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ വാചകങ്ങൾ വായിക്കാൻ സമയമില്ല. ഈ രൂപത്തിൽ സ്വപ്നം കണ്ടു എന്നാ പറഞ്ഞത്. സ്വപ്നം അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അല്ലെങ്കിൽ പിശാചിൽ നിന്നുള്ളതാണ്. അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അല്ലെങ്കിൽ പിശാചിൽ നിന്നുള്ളതാണ്. സ്വപ്നം കണ്ടതുപോലെ സംഭവിച്ചാൽ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് സ്വപ്ന വ്യാഖ്യാനം ഒരു അറിവ് തന്നെ, ഒരു വിജ്ഞാനമാക്കി മാറ്റിയത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വപ്ന വ്യാഖ്യാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സ്വപ്നത്തെക്കുറിച്ചോ സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ചോ വിശദീകരിച്ചിടത്തൊന്നും അത് മരിച്ചൊരു ഈ ലോകമായിട്ട് ബന്ധപ്പെടും എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അബൂലഹബിന് കുടുംബക്കാരുടെ സ്വപ്നം കണ്ടത് ബുഖാരിയിലുണ്ട്.